സംസ്ഥാനത്തെ മഴക്കെടുതി ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം വിലയിരുത്തും. പല ജില്ലകളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ചർച്ചയാകും. ആറന്മുള ഉൾപ്പെടെയുള്ള ദുരന്തബാധിത മേഖലകളെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് മന്ത്രിസഭായോഗം പ്രഖ്യാപിച്ചേക്കും. കൃഷിനാശം സംഭവിച്ചവർക്കുള്ള വർദ്ധിപ്പിച്ച സാമ്പത്തിക സഹായവും തീരുമാനിക്കും. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുകയാണ്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി നേരിട്ട് പത്തനംതിട്ടയിൽ എത്തിയിരുന്നു. കർഷകർക്കും വ്യാപാരികൾക്കും എല്ലാം നേരിട്ട് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. ഇന്നത്തെ മന്ത്രിസഭായോഗം ഈ വിഷയങ്ങളെല്ലാം പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. ധനപാക്കേജുകൾ വർദ്ധിപ്പിച്ച ധനപാക്കേജുകൾക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ഇതൊക്കെ എത്രയും വേഗം കൊടുത്തു തീർക്കണം. ഒപ്പം പ്രതിപക്ഷത്തിന്റെ പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. ഇതെല്ലാം ഇന്ന് മന്ത്രിസഭായോഗത്തിൽ ചർച്ചയാവുമോ? പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. ഷിഹാസ്, കീർത്തന, മഴക്കെടുതി നേരിടുന്നതിൽ ഗുരുതരമായ അലംഭാവം സർക്കാരിനുണ്ടായി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ വലിയ വീഴ്ച പറ്റി എന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെയാണ് ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം നിർണായകമായ പല കാര്യങ്ങളും മഴക്കെടുതി സംബന്ധിച്ച് എടുക്കും എന്നതാണ് കിട്ടുന്ന വിവരം. പ്രധാനമായും ഉള്ളത് പത്തനംതിട്ടയ്ക്കും അതുപോലെ തന്നെ വലിയ ദുരന്തം ഉണ്ടായ സ്ഥലങ്ങളിലേക്കെല്ലാം പ്രത്യേക പാക്കേജ് ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചാണ്. മാത്രവുമല്ല, ഇനി വരുന്ന 2 ദിവസങ്ങൾ, ആ 2 ദിവസങ്ങൾ ഏറെ നിർണായകവുമാണ്. അതിലെന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെയുണ്ട്. അവിടെ എങ്ങനെയാണ് ആളുകൾക്ക് ആശ്വാസം എത്തിക്കാൻ കഴിയുക? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എവിടെയെങ്കിലും നേരിടുന്നുണ്ടോ? അത്തരം കാര്യങ്ങളിലെല്ലാം ഇന്നൊരു തീരുമാനമുണ്ടായേക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇനി എങ്ങനെ ഈ ഒരു വലിയ മഴക്കെടുതിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ പുഴകളിൽ, നദികളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ നീക്കം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എപ്പോഴാണ് സർക്കാർ എത്തുക എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉയരുന്ന ചോദ്യവും അത് തന്നെയാണ്. ഇങ്ങനെ ഓരോ വർഷവും വലിയ തോതിൽ വെള്ളം ഉയരുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പുഴകളിൽ അടിഞ്ഞുകൂടുന്ന എക്കലും അതുപോലെ മണ്ണ് ചേർന്ന ചെളിയുമാണ്. അത് നീക്കം ചെയ്യാതെ ഇനി വെള്ളപ്പൊക്കത്തിനൊരു ശമനം ഉണ്ടാകില്ല എന്ന വിലയിരുത്തലാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. അതിലെന്തെങ്കിലും തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഉണ്ടാകുമോ എന്നുള്ളത് കൂടി എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഷിഹാസ്, കീർത്തന. ശരി, ടി വി പ്രസാദ്. അപ്പോൾ നിർണായകമായ മന്ത്രിസഭാ തീരുമാനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.